അൺഎക്സ്പെക്റ്റഡ് ഒരു സംഭവം ഞാൻ അത് കണ്ടതിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ട. അത് എന്നെ ഉറക്കി കിടത്ത് ഞാൻ ഉറങ്ങുന്ന സമയത്തുള്ളൊരു സംഭവമാണ്. ഏതൊരു ഹസ്ബൻഡും കണ്ട തീർന്നു. നാണവും മാനവും ഉണ്ടോ മെഹനാസെ തനിക്ക്? ബഹുമാനപ്പെട്ട കോടതി എന്തുകൊണ്ടാണ് ഇവന് കുട്ടിയെ കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ തന്നെ അതിൽ വ്യക്തമായ ഉത്തരവുണ്ട്. കാരണം ഒരു കുട്ടിയുടെ ഉമ്മയില്ലെങ്കിൽ വാപ്പാക്ക് കൊടുക്കണം. അപ്പോൾ വാപ്പാക്ക് കൊടുക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, വാപ്പ ഒരു ആരോപണ വിധേയനാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ അതേസമയം ഈ കേസിൽ ഈ പറയുന്ന മെഹനാസ് എത്ര തവണ ഹാജരായിട്ടുണ്ട് എന്നുള്ളത്, ആ കുഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള കേസ്, അതായത് ഇവൻ കൊടുത്ത കേസല്ല, ഇവൻ ഇന്നേ വരെ ഒരു കോടതിക്ക് പോയിട്ടില്ല. ഈ റിഫയുടെ കുടുംബം കൊടുത്ത കുഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷയിൽ ഇവൻ ഹാജരാവുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അത്രക്കും മോശമായ സമീപനം കുഞ്ഞിന്റെ കേസിൽ കാണിച്ചു വരുത്താനാണ് ഇപ്പൊ കിടന്ന് നിലവിളിക്കുന്നത്. ഇതൊക്കെ തട്ടിപ്പാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഹായ് എവരിവൺ, നാണവും മാനവും ഉണ്ടോ മെഹനാസെ തനിക്ക്? ഇത്തിരി ഉളുപ്പുണ്ടോടാ മെഹനാസെ തനിക്ക്? പൊന്നുമക്കളെ, റിഫ മരിച്ച് 3 വർഷമായി. ഇപ്പോൾ ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ ഈ മെഹനാസ് പോയി പറയുകയാണ്, റിഫക്ക് അഭിഹിതം, റിഫയുടെ മൊബൈൽ ഫോണിൽ എന്തൊക്കെയോ ഇല്ലാത്ത ചാറ്റ്സ് ഞാൻ കണ്ടു, അതുകൊണ്ടാണ് അതിനെ ചോദ്യം ചെയ്തത് കൊണ്ടാണ് റിഫ ആത്മഹത്യ ചെയ്തത് എന്നാണ് മെഹനാസ് പറയുന്നത്. പൊന്നാര മെഹനാസെ, മരിച്ച മയ്യത്തിനെയല്ല നീ കളിയാക്കുന്നത്, മരിച്ചുപോയി 3 വർഷം കഴിഞ്ഞ ഒരു മയ്യത്തിനെയാണ് പൊന്നാര മെഹനാസെ നീ കളിയാക്കുന്നത്. നാണവും മാനവും ഉണ്ടോടാ തനിക്ക്? ഇത്തിരി ഉളുപ്പുണ്ടോടാ മെഹനാസെ തനിക്ക്? ഓക്കെ പൊന്നുമക്കളെ, അപ്പോൾ ഇന്നലെ മെഹനാസ് പറഞ്ഞ വൃത്തികേടിനുള്ള ചുട്ട മറുപടിയാണ് ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഒന്നൊന്നായിട്ട് നമ്മൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നിലവിലെ വൈഫും മെഹനാസുമായി പരിചയപ്പെട്ടത് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്റെ കോളൊക്കെ ചെയ്യുമ്പോ ഭയങ്കര കെയറിങ്. ഞാൻ ആ ഒരു ടൈമില് അതാണ് എക്സ്പെക്ട് ചെയ്തത്. കാരണം ഞാൻ മുന്നേ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കെയർ കിട്ടിയത് മേനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു. ഹോ, നല്ല കാര്യം, കെയർ ആക്കാൻ പറ്റിയ ആളല്ലേ മെഹനാസ്. ഞാൻ ഇങ്ങനെ റേസ് ആവാൻ കാരണം, ഞാൻ ഇങ്ങനെ ചൂടാവാൻ കാരണം ഇവന്റെ ഈ വർത്താനം കേട്ടിട്ട്, അതായത് റിഫയുടെ മൊബൈൽ ഫോണിൽ നിന്ന് വൃത്തികേട് ഞാൻ കണ്ടു എന്ന് പബ്ലിക്കിന് മുമ്പിൽ 3 വർഷത്തിന് ശേഷം ഇന്നലെ ഇവൻ ഇരുന്ന് പറയുന്നത് കേട്ടത് കൊണ്ടാണ് എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഫീൽ ആയത്. കാരണം മരിച്ചുപോയ എല്ലിനെയാണ് ഇവൻ കളിയാക്കിയത്. ഓക്കെ, ഇവിടെ പറയുകയാണ് ഷഫാ മഹനു, ഇവന്റെ നല്ല ഒരു കെയറിങ് കണ്ടാണ് ഇവനെ ഞാൻ പ്രേമിച്ചതെന്ന്. നമുക്ക് നോക്കാം എത്ര കാലം നിങ്ങൾ നിലനിൽക്കുന്നു എന്ന്. ഓക്കെ, കേട്ടു നോക്കാം ബാക്കിയും കൂടി. ഇപ്പോഴും എനിക്ക് ഒരുപാട്, കാരണം നമ്മളിപ്പം സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നതല്ലേ. ഫ്ലാറ്റ് എടുക്കുമ്പോഴാണെങ്കിലും നമ്മളൊരു വാടക വീട് അന്വേഷിക്കുമ്പോഴാണെങ്കിലും നമ്മളെ ഈ ഒരു കൊലയാളി എന്നുള്ള രീതിയിൽ കണ്ടിട്ട് ആരും ഭയങ്കര നെഗറ്റീവായിട്ട് നമ്മളെ തള്ളുന്നുണ്ട്. വീട് അന്വേഷിച്ച് പോയാൽ വീട് തരൂല, അങ്ങനെ ഇങ്ങനെ കുറെ ഇതൊക്കെ. എടാ മെഹനാസ്, തനിക്കൊക്കെ ആരാണടാ വീട് തരേണ്ടത്? നീ തന്നെ പറയ്. കാരണം നിന്നോടൊരു കാര്യം ഞാൻ പറയുകയാണ്, പബ്ലിക് കേരള കാദർ കരിപ്പോടി ഇട്ട ഒരു വീഡിയോ പോലും കാദർ കരിപ്പോടി മുക്കിയിട്ടില്ല. പോയി നോക്ക്, എല്ലാത്തിലുമുണ്ട് നീ മർദ്ദിക്കുന്ന വോയിസ് ക്ലിപ്പ്. അതായത് റിഫ മരിക്കുന്നതിന് മുമ്പ് മെഹനാസ് എന്നെ അടിക്കുന്നുണ്ട്, മെഹനാസ് എന്നെ മർദ്ദിക്കുന്നുണ്ട് എന്ന് റിഫ കരഞ്ഞുകൊണ്ട് പറയുന്ന വോയിസ് ക്ലിപ്പ് ഇപ്പോഴുമുണ്ട് പബ്ലിക് കേരള ചാനലിൽ. അത് പോയി നീ കാണും മെഹനാസെ. അതിനുശേഷം ഇവൻ വെളുപ്പിക്കാൻ വേണ്ടി വരികയാണ്, റിഫയുടെ ഫോണിൽ നിന്ന് ഇല്ലാത്ത വൃത്തികെട്ട കാര്യങ്ങൾ ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ ചോദ്യം ചെയ്തു, ഒരുപക്ഷെ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റിഫ മരണപ്പെട്ടത്, റിഫ ആത്മഹത്യ ചെയ്തതെന്നാണ്. ഇവൻ ക്രൂരമായി അടിച്ചത് കൊണ്ടും ഇവൻ ജീവിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടും അല്ല റിഫ ആത്മഹത്യ ചെയ്തത് എന്നാണ് ഇവൻ പറയുന്നത്. ഓക്കെ, കേട്ടു നോക്കാം. അങ്ങോട്ട് പോയി കഴിഞ്ഞാല് ഒരാൾ വിളിച്ചു പറയും, നീ എന്തിനാ അങ്ങോട്ട് പോയിന്. ഒരിക്കൽ ഞാൻ എന്താ പറയാ കബറിന്റെ അടുത്തേക്ക് പോയിരുന്നു. ഇടക്കിടക്ക് ഞാൻ രാത്രി പോകാറുണ്ട്, ആര് കാണാണ്ട് രാത്രി പോകാറുണ്ട്. പക്ഷെ ഒരു ദിവസം ഞാൻ അവിടെ തന്നെ കടന്നുറങ്ങിപ്പോയി. ഇങ്ങനെ അത്രയും കബറിന്റെ അടുത്ത് കടന്ന്. എന്തിനാടാ മെഹനാസ് വെറുതെ കളവ് പറയുന്നത്? ഇവൻ പോയിട്ടുമില്ല, ഇവൻ ഉറങ്ങിയിട്ടുമില്ല, വെറുതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പൊന്നാര മക്കളെ. ഓക്കെ, കേട്ടു നോക്കാം. പെട്ടെന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ എണീച്ചു പോയി. അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ ആകെ ഒരു യാസീനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്താ 1 മണി ആ സമയമാകുമ്പോൾ പോവും. അവിടെ പോയിട്ട് എന്താ യാസീനോ ഓതി ഫുള്ള് കരച്ചിലും കുറിച്ചിലായിട്ട് ഇങ്ങനെ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഇത് കേൾക്കുന്ന എല്ലാവരും വിചാരിക്കും ഇതൊക്കെ സത്യമാണെന്നാണ്. ഈ ഫോട്ടോ നിങ്ങൾ കാണണം പൊന്നാര മക്കളെ. അതായത് ഈ ഇന്റർവ്യൂവിൽ ഈ കാര്യം പറയുന്നുണ്ടല്ലോ മെഹനാസ്, റിഫയുടെ ഖബറിന്റെ അടുത്ത് പോയി ഞാൻ കരഞ്ഞു എന്ന് പറയുന്ന അതേ സമയത്ത് ചിരിക്കുകയാണ്. അതായത് ഷഫാ മഹനുന്റെ മുഖത്ത് നോക്കി ഷഫാ മഹൻ പറഞ്ഞു ഇത് പച്ചക്കള്ളം. 2 പേരും ചിരിക്കുകയാണ്. ഒരു കാര്യം പറയുകയാണ് മെഹനാസെ, ആർക്ക് വേണ്ടിയാണ് നീ കളവ് പറയുന്നത്? നീ ആ പള്ളിക്ക് പോയിട്ടുണ്ടോ? എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ മെഹനാസെ?
തെളിയിച്ച് താ, നീ ചോദിക്കുന്ന പൈസ ഞാൻ തരാം. യൂട്യൂബിലാണ് ഞാൻ പറയുന്നത്. അവിടെ പോയി ഇവൻ കിടന്നുറങ്ങിയത്ര നമ്മൾ വിശ്വസിക്കണം. അത് കഴിഞ്ഞ് കള്ളച്ചിരിയും. പൊന്നുമക്കളെ, റിഫ എന്ന പൊന്നുമോളെ കൊന്നതിന് ശേഷം, അതായത് ജീവിക്കാൻ സമ്മതിക്കാതെ എന്തൊക്കെയോ ഡൗട്ട് ചോദിച്ചുകൊണ്ട് നീ അവന് മെസ്സേജ് അയക്കുന്നു, മറ്റേ ചെയ്യുന്നു, മറിച്ച് ചെയ്യുന്നു എന്ന് വെറുതെ ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് ആ പൊന്നുമോളെ ജീവിക്കാൻ അനുവദിക്കാതെ ഇവൻ ഷോ ആയി വന്നിരിക്കുകയാണ്. പച്ച ഷോ അളക്കുകയാണ് ഇവൻ. അതായത് റിഫയുടെ കവറിന്റെ അടുത്ത് പോയി ഞാൻ കരഞ്ഞുകൊണ്ട് ഉറങ്ങിപ്പോയി എന്ന്. ഓക്കെ, ഏതായാലും റിഫയുടെ പൊന്നുമോനായ അസാനുനെ എപ്പോ കണ്ടു എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇവനോട്. പിന്നെ എപ്പോഴാണ് കണ്ടേ കുട്ടീനെ ലാസ്റ്റ് കണ്ടേ? ഇതുവരെ കണ്ടിട്ടില്ല. കാണിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഇവള് പോയി ചോദിച്ചു. ഞാൻ ആളുടെ ഉമ്മ അടുത്ത് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് നിങ്ങൾ കൊച്ചിന്റെ പേരും പറഞ്ഞ് വരാൻ വേണ്ട. കേട്ടല്ലോ നിങ്ങൾ, ആരുടെ മകനാണ് നമ്മുടെ അസാനു? മെഹനാസിന്റെ മകനല്ലേ? ഇവിടെ പറഞ്ഞതെന്താണ്? ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല, ഒരു പ്രാവശ്യം ഷഫ ചോദിച്ചിട്ടുണ്ട് എന്നാണ്. നീ എന്താടാ ചോദിക്കാത്തത്? നിന്റെ മകനല്ലേ, നിനക്ക് അവനെ കാണണ്ടേ? ഒരു കാര്യം പറയുകയാണ് പൊന്നാര മക്കളെ, ഒരു ചോക്ലേറ്റിന്റെ കഷ്ണം പോലും ഇപ്പോൾ റിഫയുടെ മകനെ കാണാൻ ഇവന് വിലക്കുണ്ട് നമുക്ക് വെക്കാം. അതായത് അവിടെ പോവാൻ സമ്മതിക്കുന്നില്ല എന്ന് വെക്കാം. എത്ര പെരുന്നാൾ കഴിഞ്ഞു, ഒരു മിഠായിയുടെ കഷ്ണം, ഒരു ഡ്രസ്സിന്റെ കഷ്ണം നീ അയച്ചു കൊടുത്തോടാ. ഇതേ വിഷയം ഞാൻ ഇതിനു മുമ്പ് ചർച്ച ചെയ്യുമ്പോൾ എന്നോട് ഷഫ മഹനു പറഞ്ഞത്, ഞങ്ങളൊരു ചോക്ലേറ്റിന്റെ കഷ്ണം കൊടുത്തു കഴിഞ്ഞാൽ നാളെ അത് കഴിച്ച് അസാനുന് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ വിഷം കലർത്തി കൊടുത്തും അങ്ങനെ വാർത്ത വരുമെന്നാണ് ഷഫ മഹനു എന്നോട് പറഞ്ഞത്. ആ ഷഫ മഹനോട് ഇന്ന് ഞാൻ പറയുകയാണ്, എന്തുകൊണ്ട് ഡ്രസ്സ് കൊടുക്കുന്നില്ല? ഡ്രസ്സിൽ എന്തെങ്കിലും വിഷമുണ്ടോ ഷഫ മഹനു? പറയണം. ഓക്കെ, ഞാൻ ഇത്രയും ചൂടാവാനുള്ള കാരണം മരിച്ച മയ്യത്തിനെ അവൻ അങ്ങനെ പറഞ്ഞതാണ്. 3 വർഷം കഴിഞ്ഞതിന് ശേഷം മാരേജിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് മാരേജ് കഴിക്കണമെങ്കിൽ കുട്ടീനെ കൊണ്ടാണ്. കുട്ടീനെ കൊണ്ടുവന്ന ബിറ്റേഴ്സ് മാരേജ് കഴിക്കാന്ന് അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞത്. കല്യാണം കഴിക്കണമെങ്കിൽ കൊച്ചിനെ കൊണ്ടുവന്നാലേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്നാ പറഞ്ഞത് ഫസ്റ്റ്. പിന്നെയാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ അറിഞ്ഞത്. കൊച്ചിന് ഇപ്പൊ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് മനസ്സിലായി. അതിനു വേണ്ടിട്ട് ഞാൻ കൊച്ചിനെ കാണാൻ വന്നോട്ടെ എന്ന് പറഞ്ഞു. ഇപ്പൊ കുഞ്ഞുണ്ടായപ്പോ ഞാൻ കുഞ്ഞുണ്ടായപ്പോ ഞാൻ പറഞ്ഞത്, ഞാൻ കുഞ്ഞിനെ കൊണ്ട് പോട്ടെ കാണാൻ, അസാനുവിന്റെ അനിയനല്ലേ, പൊക്കോട്ടെ ഞാൻ കാണാന്ന് ചോദിച്ചത് മേനോടുത്ത്. ഹോ ഞങ്ങൾ ഇതൊക്കെ വിശ്വസിച്ചു. ഓക്കെ, നിങ്ങള് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി, നിങ്ങളെ വെളുപ്പിക്കാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. നിങ്ങൾക്ക് അസാനുനെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നല്ല രീതിയിൽ നിങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന പള്ളി കമ്മിറ്റിക്കാരോട് കാര്യം പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ മകനെ എനിക്ക് കാണണമെന്ന് ഈ മെഹനാസ് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ മുതിർന്ന ആൾക്കാർ ഇരുന്നൊരു മീറ്റിംഗ് ചെയ്ത് അവിടെ അസാനുനെ കൊണ്ടുവരില്ലേ? ഇവന് കാണുന്നതേ ഇഷ്ടമില്ല. ഇവൻ ഒരു തവണ പോലും സ്വന്തം മകനെ കാണാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടില്ല. അതാണ് ഇവിടെ വെളുപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുകയാണ് ഞങ്ങൾ ട്രൈ ചെയ്തു എന്ന്. പൊന്നാര മക്കളെ, ഇനി മുതലാണ് നാണവും മാനവും ഇല്ലാത്ത മെഹനാസ് റിഫയെ കുറിച്ച് മോശമായി പറയുന്നത്. നിങ്ങൾ കേട്ടു നോക്കൂ. അപ്പം അൺഎക്സ്പെക്റ്റഡ് ഒരു സംഭവം ഞാൻ അത് കണ്ടതിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ട. അത് എന്നെ ഉറക്കി കിടത്ത് ഞാൻ ഉറങ്ങുന്ന സമയത്തുള്ളൊരു സംഭവമാണ്. അപ്പോൾ പിന്നെ ഫോണ് കാര്യങ്ങൾ മൂപ്പര് ചെക്ക് ചെയ്യുമ്പം ഭയങ്കര ഷോക്കായിപ്പോയി. ഭയങ്കര എന്താ പറയുക, ഏതൊരു ഹസ്ബൻഡും തീർന്നു പോകും. നമ്മളത്രയും കൊണ്ടുവന്നിട്ട് ഞാൻ എന്താ പറയാ, നമ്മൾ നോർമലി അങ്ങനെ ഒരു നമ്മളെ പാർട്ട്ണറിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ജീവിച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ മാറുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പൊന്നാര മഹനാസെ, നീ പറയുന്നത് ഉള്ളതാണെങ്കിൽ നിങ്ങൾ, അതായത് റിഫ മരിക്കുന്നതിന് മണിക്കൂറിനുള്ളിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണ്, റിഫ രാവിലെ 2 മണിക്കാണ് മരിക്കുന്നതെങ്കിൽ 9 മണി രാത്രി റിഫയും മെഹനാസും ബുർജ് ഖലീഫയിൽ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, എനിക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ട്, റിഫയുടെ സ്റ്റോറി, അതായത് ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി റിഫ ഇട്ടിട്ടുണ്ടായിരുന്നു. മെഹനാസ് ഉണ്ട്, റിഫയുണ്ട്, കുട്ടി ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, അതായത് ബുർജ് ഖലീഫയിൽ ഇവർ പോയി അടിച്ചു പൊളിക്കുന്ന റീൽസ് നമ്മുടെ റിഫ അപ്ലോഡ് ചെയ്യുകയും അതിൻ്റെ താഴെ വരുന്ന കമൻറ്റിന് റിഫ നല്ല രീതിയിൽ റീപ്ലൈ കൊടുക്കുകയും ചെയ്ത റിഫ, അത്രമാത്രം സന്തോഷത്തിലിരിക്കുന്ന റിഫ ഒരു സുപ്രഭാതത്തിൽ 1 മണിക്കൂറിനുള്ളിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ നീ എന്തോ ചെയ്തിട്ടുണ്ട് മഹനാസെ. നിനക്ക് ഇത്തരത്തിൽ മോശമായ ചാർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൈവോഴ്സ് ചെയ്യാമല്ലോ. എന്തൊക്കെ വഴികളുണ്ട്. നീ ആ കാര്യം പറഞ്ഞ് എന്തോ ഒരു കാര്യം റിഫയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് റിഫ മരിച്ചത്. ഓക്കെ കേട്ടു നോക്കാം. ഞാൻ ഡൈവോഴ്സൊക്കെ നിന്നതന്ന് എൻ്റെ പെങ്ങൾ പറഞ്ഞ് വേണ്ട, ഒഴിവാക്കിയ നമുക്കിനി വേണ്ട, ഇത് വേണ്ട പറഞ്ഞിട്ട്. പെങ്ങളൊക്കെ അറിഞ്ഞിരുന്നു ഈ കാര്യം?
എൻ്റെ പെങ്ങള് കൂടെ ഉണ്ടല്ലോ, അവരൊക്കെ കാണുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അവര് ചോദിച്ചോളൂ നിനക്ക് എന്ത് കുറവുണ്ടായിട്ടാണ് നീ ഇങ്ങനെ ഒരു ചെയ്തത്, മോശമല്ലേ, നിനക്ക് ഓനെ സ്വർഗത്തിലുള്ള പോലെയല്ലേ നിന്നെ നോക്കുന്നേ. ഹോ സ്വർഗല്ല അതിനും മേലെ അങ്ങനെ പറയ്, സ്വർഗല്ലോ നീ. പൊന്നു മഹനാസെ ഒരു കാര്യം പറയുകയാണ്, റിഫ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും 3 വർഷം കഴിഞ്ഞ് മരിച്ചതിന് ശേഷം എന്തിന് നീ പറയുന്നു? ആ സമയത്ത് എന്തുകൊണ്ട് നീ പറഞ്ഞിട്ടില്ല? ഇപ്പൊ പറയുകയാണ്. ഇവന്റെ ഒക്കെ മനസ്സ് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, മരിച്ചുപോയ മയ്യത്ത് 3 വർഷം കഴിഞ്ഞ മയ്യത്തിനെ പറയുകയാണ് അവൾക്ക് അഭിഹിതമുണ്ടായിനി, അവൾ ആരൊക്കെയോ ആയിട്ട് മോശമായി ചാറ്റ്സ് ചെയ്തു, അത് കണ്ടതും ഞാൻ ചോദിച്ചതും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് നാണവും മാനവും ഇല്ലാത്ത മഹനാസ്. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? റിഫ മരിച്ചല്ലോ, ആരോട് ചോദിക്കും? അതുകൊണ്ട് മരിച്ചുപോയ ഒരു വ്യക്തിയെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഇവിടെ ഓക്കെ. അതുകൊണ്ടാണ് മഹനാസ് ഇങ്ങനെ ഇല്ലാത്ത കാര്യം പറയുന്നത്. പൊന്നാര മക്കളെ, എൻ്റെ വീഡിയോസ് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കറിയും ഞാൻ ഇതുവരെയും ഇത്രയും റേസായി ആരോടും ഒരു കോണ്ടന്റ് പോലും ചെയ്തിട്ടില്ല. കാരണം മരിച്ചുപോയ മയ്യത്തിനെ അവൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ആദ്യ നിമിഷം മുതൽ ഇവിടം വരെ ഞാൻ അവനോട് ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ എനിക്കെതിരെ അവൻ കേസ് കൊടുത്താലും ഒരു പ്രശ്നവുമില്ല, തൻ്റെടത്തോടെ ഞാൻ കോടതി കയറും. ഓക്കെ, കേട്ട് നോക്കാം. പ്രൊമോഷൻ രീതിയിൽ എന്നെ പരിചയപ്പെടും. നമ്മളെ വൈഫിനെ വിശ്വസിക്കുമല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞ ഒരു പ്രൊമോഷൻ്റെ ഒരാൾ വരുന്നുണ്ട് സംസാരിക്കാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അത് ഞാൻ അക്കോളം അത്ര വിശ്വാസമാണ്. നമ്മളൊരു വൈഫിന് ഡൗട്ട് അടിച്ചാൽ ഒരിക്കലും ഇതാവില്ല. പക്ഷെ ആ വിശ്വാസം അങ്ങനെ കൊടുത്തത് കൊണ്ട് എന്തായി, ഞാൻ അതേപോലെ അവനെ വിശ്വസിച്ചു പോകും. പിന്നെ വരുമ്പോൾ എന്തൊക്കെ സാധനം കൊണ്ടിരുന്നു, ഉമ്മാക്ക് എന്തെങ്കിലും ഡ്രസ്സ് കൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് ഉമ്മാവും ചാറ്റിംഗ് ഉണ്ട്, ഓളെ ഫോൺ 2 ഫോൺ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എഡിറ്റിങ്ങിന് ഇരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. എഡിറ്റിങ്ങിന് ഇരിക്കുമ്പോൾ റെക്കോർഡിങ്ങിന് ഒരു ഫോൺ വേണ്ടി വരും. ആ ഫോൺ എടുത്ത് അപ്പാട് ബാക്കത്തെ ഫോണിൽ നിന്ന് പോകും, ഓൻ്റെ കയ്യിൽ ഫോണുണ്ട്, മെസ്സേജ് വേണ്ടാന്ന്. അപ്പോഴത്തേക്ക് സപ്പോർട്ട് എന്തോ മാതിരി എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ ഓളുമാൻ്റെ ഫോൺ നോക്കുമ്പോൾ അതിൽ ഫുൾ കുറെ ചാറ്റ് ഉണ്ടായിരുന്നു. ഓ, അവർക്ക് എല്ലാവർക്കും ഇപ്പൊ അറിയായിരുന്നു ഈ പറയപ്പെടുന്ന ഈ കാര്യം. അറിഞ്ഞിട്ടും എന്താടാ മഹനാസെ നീ പറയുന്നത്? നിന്റെ മനസ്സാണോ അല്ല കല്ലാണോ? പറയുകയാണ് പ്രൊമോഷന് വന്ന കണ്ടവരുടെ കൂടെ റിഫയുടെ കറക്കമെന്ന്. എന്താടാ മഹനാസെ, എന്താടാ? അങ്ങനെ ഉണ്ടെങ്കിൽ നീ പിന്നെ എന്തിനാണ് അവളെ മരിക്കുന്നതിനെ തലേ ദിവസം ബുർജ് ഖലീഫയിൽ കൊണ്ടുപോയി? പൊന്നുമക്കളെ, ഒരുപക്ഷെ മെഹനാസ് എനിക്ക് കേസ് കൊടുക്കും, എനിക്ക് ഉറപ്പാണ്. അതായത് അത്രക്കും ഞാൻ റേസ് ആയതുകൊണ്ട് മെഹനാസ് എനിക്കെതിരെ കേസ് കൊടുക്കാനടക്കം സാധ്യത ഉണ്ട്. കൊടുത്തോ, ഒരു പ്രശ്നവുമില്ല, വെള്ളി വിളിക്കുകയാണ്. ഞാനും കോടതി, ആണുങ്ങൾക്കാണ് കോടതിയുള്ളത്. ഓക്കെ, പൊന്നാര മെഹനാസ്, നീ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണ്, റിഫ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, റിഫ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അഥവാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിളാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവൻ ഇങ്ങനെ പച്ചക്ക് വിളിച്ച് പറയുന്നത് ശരിയാണോ? മരിച്ചു പോയതല്ലേ. ഇവിടെ ഒരു കാര്യം പറയുകയാണ്, റിഫ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു പക്ഷേ മഹനാസിന്റെ വല്ല അഭിഹിതം റിഫ പിടിച്ചിട്ട് ഞാനിത് 4 ആൾക്ക് എത്തിക്കുമെന്ന് റിഫ പറഞ്ഞത് കൊണ്ട് ഇവൻ റിഫയെ എന്തെങ്കിലും പറഞ്ഞ് റിഫ ആ കാരണത്താൽ ഒരു പക്ഷേ ആത്മഹത്യ ചെയ്തതായിരിക്കും. എക്സാമ്പിൾ ആണ്. ഓക്കെ, ഒരു കാര്യം പറയുകയാണ് പൊന്നാര മക്കളെ, ഇവിടെ മാറ്റർ ഇങ്ങനെയൊന്നും റിഫ ചെയ്തിട്ടില്ല. ഇവൻ വെറുതെ മരിച്ച മയ്യത്തിനെ ഇപ്പൊ എന്തും പറയാമല്ലോ, ആരാണ് കേൾക്കാനുള്ളത്? ഒന്നും കൂടി ഖാദർ കരിപ്പോടി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ കേസിനെ നല്ല രീതിയിൽ മൂക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ സ്ട്രോങ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. മോനെ മഹനാസെ, ഞാൻ വീണ്ടും വരും. ഇത് എൻ്റെ അവസാന വീഡിയോ അല്ല, കേസല്ല. എന്ത് കൊടുത്താലും എന്നെ തീർക്കാമെന്ന് ഭീഷണിപ്പെടുത്തിയാലും ഞാൻ നിർത്തുന്നില്ല. ഇതിൻ്റെ 2ാം ഭാഗം നല്ല രീതിയിൽ നിനക്ക് ഞാൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.